കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണക്ടിവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറംസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എ സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ് ജി ഹാസ് എ കട്ട് വെർട്ടെക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. എ സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ്. സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു 3 റെഗുലർ കണക്റ്റഡ് ഗ്രാഫ്. എന്തായിരുന്നു 3 റെഗുലർ ഗ്രാഫിന്റെ ഡെഫിനിഷൻ അല്ലെ? 3 റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ വെർട്ടിസസിന്റെയും ഡിഗ്രി എന്താവണം? 3 ആവണം. അങ്ങനെയുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ജി. ഇനി പ്രൊപ്പോസിഷൻ പറയുന്നത് എന്താണ്? ഈ ജിക്ക് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. ഒരു കട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കട്ട് എഡ്ജ് ഉണ്ടാവും. തിരിച്ചും ഒരു കട്ട് എഡ്ജ്, ആ ഒരു ഗ്രാഫിന് ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കട്ട് വെർട്ടെക്സും ഉണ്ടാവും. ഇനി എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക? അപ്പൊ അതിലെ ഫസ്റ്റ് അസംഷൻ, ലെറ്റ് ജി ഹാവ് എ കട്ട് വെർട്ടെക്സ് വി നോട്ട്. എന്താണ് അസംഷൻ? ജി എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫിന് വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് അല്ല. എന്തായിരുന്നു ജി എന്ന് പറയുന്നത്? 3 റെഗുലർ ഗ്രാഫ് ആണ്. എ സിമ്പിൾ ക്യൂബിക് കണക്റ്റഡ് ഗ്രാഫ് ആണ് ജി. അങ്ങനെയുള്ള ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിന് ഒരു കട്ട് വെർട്ടെക്സ് വി നോട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ജി എന്ന് പറയുന്നത് ഒരു ക്യൂബിക് ഗ്രാഫ് അല്ലെങ്കിൽ 3 റെഗുലർ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഓരോ വെർട്ടിസസിനും എന്തുണ്ടാവും? ഡിഗ്രി 3 ആണ്. അപ്പൊ വി നോട്ടും അതിലൊരു വെർട്ടെക്സ് ആയതുകൊണ്ട് വി നോട്ടിന്റെ ഡിഗ്രിയും 3 ആണ്. അതായത് വി നോട്ട് എന്ന് പറയുന്ന ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് 3 എഡ്ജുകൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ 3 എഡ്ജ് ഇതിനോട് കണക്ട് ആയിട്ടുണ്ട്. ആ 3 എഡ്ജുകളും കണക്ട് ആയിട്ടുള്ള വെർട്ടിസസുകൾ ഉണ്ടാവും. അതിനെ നമുക്ക് V1, V2, V3 എന്ന് വിളിക്കാം. എന്താണ്? ലെറ്റ് V1, V2, V3 be the vertices of G that are adjacent to V0 in G. G എന്ന് പറഞ്ഞ ഗ്രാഫിൽ V0 എന്ന വെർട്ടിസസിനോട് അഡ്ജസന്റ് ആയിട്ട് 3 വെർട്ടിസസുകൾ ഉണ്ടാവും. കാരണം എന്താ? അതൊരു 3 റെഗുലർ ഗ്രാഫ് ആയതുകൊണ്ട്. ആ വെർട്ടിസസിനെ നമ്മൾ എന്ത് വിളിച്ചു? V1, V2, V3 എന്ന് വിളിച്ചു. ഇനി G മൈനസ് V0 കൺസിഡർ ചെയ്യുക. എന്താണ് നമ്മുടെ അസംഷൻ? G ഹാവ് എ കട്ട് വെർട്ടെക്സ് V0. V0 ഒരു കട്ട് വെർട്ടെക്സ് ആണ് എന്നുള്ളതാണ് അസംഷൻ. അങ്ങനെയാണെങ്കിൽ G മൈനസ് V0 എന്ന് പറയുന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യുക. V0 ഒരു കട്ട് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ G മൈനസ് V0 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അതിന് മിനിമം 2 എന്തുണ്ടാവും? 2 ഗ്രാഫുകളെങ്കിലും ഉണ്ടാവും, 2 കോമ്പണൻസ് എങ്കിലും ഉണ്ടാവും. വിച്ച് ഹാസ് ഐദർ 2 or 3 കോമ്പണൻസ്. എന്താ 2ഓ 3ഓ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കാരണം? 1-2 എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ട്? ഡിഗ്രി 3 ആവണം. അങ്ങനെയുള്ള ഒരു കട്ട് വെർട്ടെക്സ് ആണ് V0. അപ്പോൾ 2 ഓപ്ഷൻ വരാം. ഒന്നുകിൽ ഈ V0 എത്ര ഓപ്ഷൻ പോകുന്നുണ്ട്, എത്ര എഡ്ജുകൾ പോകുന്നുണ്ട്? 3 എഡ്ജുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ V0 ഒരു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ എന്തൊക്കെ ഓപ്ഷനുകൾ? ഒന്നുകിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും. അത്രേ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആവും ഒരൊറ്റ എന്താണ് കണക്റ്റഡ് ആയി പോവില്ലേ? 3 കൂടുതൽ എന്തായാലും കിട്ടില്ല. കാരണം എന്താണ്? മാക്സിമം 3 കണക്ഷനെ V0 എന്ന് പോവുള്ളൂ. കാരണം ഡിഗ്രി 3 റെഗുലർ ഗ്രാഫ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫിന് G മൈനസ് V0 എന്ന് പറയുന്ന ഗ്രാഫിന് ഒന്നുകിൽ 2 കോമ്പണന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 കോമ്പണന്റ് ഉണ്ടാവും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജിക്ക് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിക്ക് കട്ട് വെർട്ടെക്സ് ഉണ്ടായത് കൊണ്ട് അതിനെന്തുണ്ട്? ഒരു കട്ട് എഡ്ജ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കട്ട് വെർട്ടെക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു, കട്ട് എഡ്ജ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇഫ് G മൈനസ് V0 ഹാസ് 3 കോമ്പണൻസ്, 3 കോമ്പണന്റ് ഉള്ള കേസ് എടുക്കുക. No 2 of V1, V2, V3 can belongs to the same component G minus V0. അല്ലേ? എന്ന് പറഞ്ഞാൽ ഏത് കേസ് എടുക്കുന്നത്? ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. G മൈനസ് V0 എന്ന് പറയുന്ന ഗ്രാഫിന്, അതായത് ഈ ഒരു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കിട്ടുന്ന ഗ്രാഫിന്, അത് ഏതാ ഗ്രാഫ് വരിക? ഈ ഒരു കോമ്പണന്റ് ഉണ്ടാവും, ഈ ഒരു കോമ്പണന്റ് ഉണ്ടാവും, ഈ ഒരു കോമ്പണന്റ്, ഈ 3 കോമ്പണന്റുകൾ മാത്രമുള്ള ഗ്രാഫ്. V0 അതിലില്ല. അതാണല്ലോ G മൈനസ് V0. No 2 of V1, V2, V3 have belongs to same component G minus V0. അല്ലെ? ഇതിനിപ്പോ എന്തുണ്ട്? 3 ഡിഫറെന്റ് കോമ്പണന്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, V1, V2, V3 ഇതാണല്ലോ. ഇതിൽ എന്തുണ്ടാവില്ല? സെയിം കോമ്പണന്റ് എന്തുണ്ടാവില്ല? 2 എണ്ണം ഒന്നിച്ച് V1 ഉം V2 ഉം കൂടെ സെയിം കോമ്പണന്റിൽ വരില്ല. വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഗ്രാഫിന് 2 കോമ്പണന്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ 3 കോമ്പണന്റ് ഉണ്ടെങ്കിൽ എന്തായാലും 2 എണ്ണം ഒന്നിച്ച് വരില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 കോമ്പണന്റ് ഉണ്ടാവുള്ളൂ. സോ ഇഫ് G മൈനസ് G0 ഹാസ് 3 കോമ്പണന്റ്സ്, നോ 2 of V1, V2, V3 can belongs to the same component of G minus V0.
രണ്ടെണ്ണം ഒരേ കോമ്പണന്റിൽ തന്നെ വന്നു നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് V1 V2 V3 മൂന്ന് ഡിഫറെന്റ് കോമ്പണന്റിലാണുള്ളത്. ഈ V3 ഇവിടെ തന്നെയാണുള്ളത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, V0 നിന്ന് ഇതിലേക്ക് തന്നെ V1 പോയി, ഇതിലേക്ക് തന്നെ ഒരു V2 V3 കൂടെ പോയി നോക്കുക. അപ്പൊ ഈ ഒരു കോമ്പണന്റ് ഉണ്ടാവില്ല, ഇതിന് രണ്ട് കോമ്പണന്റ് അല്ലേ ഉണ്ടാവുള്ളൂ, മൂന്ന് കോമ്പണന്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മൂന്ന് കോമ്പണന്റിന്റെ കേസ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ V1 V2 V3 എന്ന് രണ്ടെണ്ണം കൂടെ ഒരു കോമ്പണന്റിൽ ആവുന്നത് സംഭവിക്കൂല. അപ്പൊ എന്താ സംഭവിക്കുക, അങ്ങനെയാണെങ്കിൽ V0 V1 V0 V2 V0 V3 ഈസ് എ കട്ട് എഡ്ജ് ഓഫ് G. അതുകൊണ്ട് തന്നെ G എന്ന് പറയുന്ന ഗ്രാഫ്, കാരണം ഈ V1 V2 V3 ഒക്കെ ഡിഫറെന്റ് കോമ്പോണന്റിലാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഈ ഒരു G എന്ന് പറയുന്ന ഗ്രാഫില് ഇതൊക്കെ ഓരോ കട്ട് എഡ്ജ് ആയിട്ട് മാറും. ഇതൊരു കട്ട് എഡ്ജ് ആണ്, V0 V1 ഒരു കട്ട് എഡ്ജ് ആണ്, V0 V2 ഒരു കട്ട് എഡ്ജ് ആണ്, അതുപോലെ V0 V3 ഒരു കട്ട് എഡ്ജ് ആണ്. കാരണം എന്താ, ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് രണ്ട് കോമ്പോണന്റ്സ് ആ ഗ്രാഫിന് ഉണ്ടാവും. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫിന് രണ്ട് കോമ്പോണന്റ് ഉണ്ടാവും. ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകും. അപ്പൊ എന്താണ്, ഈ മൂന്ന് എഡ്ജുകളും എന്താണ്, കട്ട് എഡ്ജ് ആണ് അല്ലെ. ഈ മൂന്ന് എഡ്ജുകളും കട്ട് എഡ്ജ് ആണ്. ഏത് കേസില്, ഇതിന് മൂന്ന് കോമ്പോണന്റ് ഉണ്ടെങ്കിൽ. ഇനി അടുത്തത്, if G minus V0 has only two components, രണ്ട് കോമ്പോണന്റ് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. ഏത് കേസ്, ഈ ഒരു എക്സാമ്പിൾ പോലെ രണ്ട് കോമ്പോണന്റ് മാത്രമേ ഉള്ളൂ G minus V0 ന്. One of the vertices, say V1 belongs to one component of G minus V0 and V2 and V3 belongs to the other component. ഇങ്ങനെ രണ്ട് കോമ്പോണന്റ് ആയിട്ട് ഈ V0 ഒഴിവാക്കുമ്പോൾ G എന്ന് പറയുന്ന ഗ്രാഫില് V0 എന്ന വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ രണ്ട് കോമ്പോണന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് വെർട്ടെക്സ് എന്താവും, സെയിം കോമ്പോണന്റിൽ തന്നെ വരേണ്ടി വരും, V2 V3. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു V0 V2 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുക. എന്നാലും ഈ ഗ്രാഫ് കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ട് V0 V2 എന്തല്ല, കട്ട് എഡ്ജ് അല്ല. ഇനി V0 V3 ഇതും റിമൂവ് ചെയ്യാൻ നോക്കുക. ഇത് മാത്രം റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു കട്ട് എഡ്ജ് അല്ല. പക്ഷെ ഈ ഒരു V0 V1 എന്ന് പറയുന്ന സാധനം നോക്കൂ, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഈ ഒരു എഡ്ജ് റിമൂവ് ആയി കഴിഞ്ഞാൽ ഈ V0 V1 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. അപ്പൊ എന്താണ്, രണ്ട് കേസിലും, ഇനി ഐദർ ഇതിന് മൂന്ന് കോമ്പോണന്റ് ഉള്ള കേസ് ആവട്ടെ, രണ്ട് കോമ്പോണന്റ് ഉള്ള കേസ് ആവട്ടെ, രണ്ട് കേസിലും ഈ V0 V1 എന്ന് പറയുന്ന സാധനം എന്താണ്, ഒരു കട്ട് എഡ്ജ് ആണ്. അപ്പൊ എന്താണ് കൺക്ലൂഷൻ, ഏത് രണ്ട് കേസ് ആണെങ്കിലും V0 V1 ഒരു കട്ട് എഡ്ജ് ആണ്. അപ്പൊ ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ V0 എന്ന് പറയുന്ന ഒരു കട്ട് വെർട്ടെക്സ് ഈ ഒരു 3 റെഗുലർ ഗ്രാഫിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ട് എന്തുണ്ടാവും, ഒരു കട്ട് എഡ്ജ് ഉണ്ടാവും. ഇനി തിരിച്ചു അസ്യൂം ചെയ്യണം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണല്ലോ. സപ്പോസ് ദാറ്റ് E ഈക്വൽ ടു UV ഈസ് എ കട്ട് എഡ്ജ് ഓഫ് G. ഇതൊരു കട്ട് എഡ്ജ് ആണെന്ന് നോക്കുക. E ഈക്വൽ ടു UV, E എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്, അതിന്റെ എൻഡ് വെർട്ടിസസ് ഏതൊക്കെയാണ്, യുവും വിയും. ഇതൊരു കട്ട് എഡ്ജ് ആണെങ്കിൽ ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ടാവും. അത് പ്രൂവ് ചെയ്യാൻ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കേസ് അല്ലേ, കാരണം എന്താ, ഒരു കട്ട് എഡ്ജ് ഉണ്ട്, ഇതൊരു കട്ട് എഡ്ജ് ആണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു V1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും V2 എന്ന് അല്ലെങ്കിൽ V0 എന്ന് പറയുന്ന വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് രണ്ടായി പോവും, കണക്ഷൻ വിട്ടുപോകും, കാരണം ഇതൊരു കട്ട് എഡ്ജ് ആണ്. അത്ര തന്നെ അതിന്റെ പ്രൂഫിലും പറയുന്നത് എന്താണ്, ദ ഡിലീഷൻ ഓഫ് U റിസൾട്ട്സ് ഇൻ ദ ഡിലീഷൻ ഓഫ് ആൻ എഡ്ജ് UV. അതുകൊണ്ട് എന്താണ്, G എന്ന് പറയുന്ന ക്യൂബിക് ആയതുകൊണ്ട് G minus U is a ഡിസ്കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എന്താണ്, U is a കട്ട് വെർട്ടെക്സ് ഓഫ് G. അതായത് ഇതില് ഒരു എഡ്ജ് റിമൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എഡ്ജ് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് വെർട്ടെക്സ് ഉണ്ടാവും, ആ വെർട്ടെക്സുകൾ എന്താണ്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്താവും, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകും. അപ്പൊ അതാണ് ഈ ഒരു പ്രൊപ്പോസിഷന്റെ പ്രൂഫ്. കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ മൂഡിൽ ഇന്ന് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ തന്നത്. ഇത് രണ്ടും ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്, പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാം. ലെറ്റ് G be a simple connected graph with n of G greater than or equal to 3. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഗ്രാഫിൽ മിനിമം 3 വെർട്ടെക്സ് എങ്കിലും ഉണ്ട്. Then G has a cut edge if and only if G has a cut vertex. ഇതിന്റെ ഒരു രീതി തന്നെയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇൻ എ ഗ്രാഫ് the number of edges common to a cycle and an edge is
ഷോ ദാറ്റ് ഇൻ എ ഗ്രാഫ് ദ നമ്പർ ഓഫ് എഡ്ജസ് കോമൺ ടു എ സൈക്കിൾ ആൻഡ് ആൻ എഡ്ജ് കട്ട് ഈസ് ഈവൻ. അതും നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഇത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക.